prayer. Okay. Rashmiyane prayer. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിന്നേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർതൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു മാം. Okay, thought of the day. Thought of the day, Rega ma'am. Life is like a coin. Pleasure and pain are the two sides. Only one side is visible at a time, but remember, other side is waiting for its turn. William Shakespeare. Okay. Sign in. ഞാൻ സുഗതകുമാരിയുടെ നാളേക്ക് വേണ്ടി എന്നൊരു കവിതയാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ഒരു തൈ നടാം നമുക്കുമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. താങ്ക് യു മാം. Okay. Good afternoon to all. Good afternoon, ma'am. സുഖമല്ല, ഹോസ്പിറ്റലിൽ കുറവായോ? ഹോസ്പിറ്റലിലായിരുന്നു, ഡിസ്ചാർജ് ആയി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പനിയാണ്. പനി ചുമ എല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖം. മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്. നമ്മുടെ പഠിക്കുന്ന ഹർഷിയുടെ ഹസ്ബൻഡിന് സുഖമില്ലാതെ RCCയിലെ തിരുവനന്തപുരം ബ്ലഡ് ക്യാൻസർ ആണ്. അപ്പൊ തിരുവനന്തപുരം അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കണം എല്ലാവരും. അത് കഴിഞ്ഞ സൺഡേ പോയിന്ന് പറഞ്ഞത്. ബുധനാഴ്ചയാണ് ഇത് സ്ഥിരീകരിച്ചത് പറഞ്ഞത്. കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. സൗണ്ട് തീരെ കുറവാണ്. ഹർഷി, ആലപ്പുഴയാണ് വീട്. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മളെവിടെ വരെ എടുത്തത്? ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എൻ്റെ പേര് ധനീഷ എന്നാണ്. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ക്ലാസ്സിൽ കയറുന്നത്. ഞാൻ കഴിഞ്ഞ ബാച്ചിൽ കയറിയിട്ട് എനിക്ക് 1 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറ്റില്ലാതെയായി. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ റീജോയിൻ ചെയ്തതാണ്. വിളിച്ച് അപ്പം ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ട് തുടങ്ങണേ ഉള്ളൂ. എനിക്ക് അസൈൻമെന്റ് എന്തൊക്കെയാന്നുള്ളത് അറിയാനും പാടില്ല. ഓക്കെ, ക്ലാസ് അധികം ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, കണ്ടാ മതി ക്ലാസ്. ഓക്കെ.
കഴിഞ്ഞ ഏത് ബാച്ചിലായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത് നിഷ? ഈ കഴിഞ്ഞ ബാച്ചില് കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയില്ലായിരുന്നോ? കഴിഞ്ഞ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. നമ്മള് ഫാക്ടേഴ്സ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? പോസ്റ്റ് നാച്ചുറൽ കംപ്ലീറ്റ് ചെയ്തോ? പോസ്റ്റ് നാച്ചുറൽ ഇവിടെ വരെ പറഞ്ഞു. നാട്ടില് പ്ലെയിൻ സ്പേസ് എൻവയോൺമെന്റ് ഹെൽത്ത് അവരെയൊക്കെ പറഞ്ഞു. അത് ഫുള്ള് പറഞ്ഞു. സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് സ്റ്റാർട്ട് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് ആണ് ഇനി പറയാനുള്ളത്. സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് ഒരു കുട്ടിയുടെ വളർച്ചയെയും വികാസത്തിനെയും സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി സ്ട്രക്ചർ, സെക്സ് ആൻഡ് കൾച്ചർ. നമുക്ക് ഓരോന്ന് നോക്കാം. പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ് എന്താണ് വരുന്നത്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മനോനിലയ്ക്ക് അനുസരിച്ചായിരിക്കും കുട്ടികളുടെ സ്വഭാവമാണോ മേഡം? മാതാപിതാക്കളുടെ മനോഭാവവും കുട്ടികളെ വളർത്തുന്ന രീതിയും. അതായത് കുട്ടികളോട് പാരന്റ്സിന് ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവേണ്ടത്? ലവബിൾ ആറ്റിറ്റ്യൂഡ്. ലവബിളും അതെ, എപ്പോഴും കെയറിങ്. കെയറിങ് ആയിരിക്കണം, ലവബിൾ ആയിരിക്കണം. മോശം ആക്ടിവിറ്റീസ് കാണുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കും വേണം. ബിഹേവിയർ കാണിക്കണം കുട്ടികളോട്? എങ്ങനെയുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം കാണിക്കേണ്ടത്? ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഫ്രണ്ട്ലി അല്ലെ? ആക്റ്റീവ് ആണ്. യെസ്, ആക്റ്റീവ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെ? നമ്മള് അവരോട് സംസാരിക്കാൻ കഴിയണം. നമുക്ക് നമ്മളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ആ ഒരു ഫ്രീഡം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേറെ ബൗണ്ടറീസ് ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ ബൗണ്ടറീസ് ഒക്കെ കൊടുക്കണം കുട്ടികൾക്ക്. പക്ഷെ എങ്കിലും എന്താണ്, നമ്മൾ ഒരുപാട് ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്താണ് കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം അവർക്ക് എന്ന് പറയാനും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റഫായിട്ട് പെരുമാറാൻ പറ്റുമോ? ഇല്ല, ടോക്സിക് ആകാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ റഫ്നെസ് കാണിച്ചുകൊണ്ടിരുന്നാല് അവരുടെ വഴിക്ക് പോവുള്ളൂ അല്ലെ? അങ്ങനെ അത് മിക്ക പാരന്റ്സ് അത് കാണിക്കുന്നുണ്ട്, കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ? എപ്പോഴും ദേഷ്യം, എന്ത് ദേഷ്യമാണെങ്കിലും നമ്മളത് കാണിക്കുന്ന കുട്ടികളോടായിരിക്കും. എന്ത് ദേഷ്യം ആയിക്കോട്ടെ അത് അവരുടെ ചുമരിൽ അങ്ങ് കാണിക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളുടെ ദേഷ്യം തീരുമായിരിക്കും, പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അത് പോകില്ല. നമ്മൾ എത്ര സോറി പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും അതാണ്. പക്ഷെ അങ്ങനെ ഒന്നല്ല, അത് ശരിക്കും തെറ്റായ ഒരു ഇതാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മേലെ ഒരിക്കലും പ്രൊജക്ട് ചെയ്ത് പോകരുത്. നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്ത് മിക്ക പാരന്റ്സ് അത് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മ വഴക്ക് പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വന്നാൽ നമ്മൾ നേരെ അത് ആ വാശി തീർക്കുന്നത് കുട്ടികളുടെ നേരെയാണ് അല്ലെ? എല്ലാം പറയാൻ പറ്റും കുറെയൊക്കെ, അല്ലാത്തവരുണ്ടാവും. പക്ഷെ മാക്സിമം നമ്മൾ എന്ത് ദേഷ്യം കയറിയാലും പെട്ടെന്ന് നമ്മുടെ സ്വന്തമാണല്ലോ അല്ലെ, നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ കാണിക്കുന്നത്. കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുന്നിടത്ത് കെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് റെസ്ട്രിക്ഷൻസ് കൊടുക്കേണ്ട സമയത്ത് റെസ്ട്രിക്ട് ചെയ്യുക. ആ ഒരു ചിട്ടയോട് കൂടി ഒരു ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോകാൻ, ആറ്റിറ്റ്യൂഡാണ് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, കുട്ടികള് നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഏജ് വരെ കുട്ടികളെ നമുക്ക് നിലനിർത്താൻ പറ്റൂല അല്ലെ? എപ്പോഴും നമുക്ക് പിടിച്ചുകൊണ്ട് വയ്ക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. കാരണം അവരൊരു സമയം കഴിയുമ്പോൾ അവർ വിട്ടുപോകുന്ന പറയുന്നത് നമ്മളോട് ഡിറ്റാച്ച്മെന്റ് വരുന്ന ഒരു സമയമുണ്ട്. അത് കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് ആ ഒരു സമയം വരെ നമുക്ക് നമ്മളുടെ ചിറകിനുള്ളിൽ ഒതുക്കാനായിട്ട് സാധിക്കും. ആ ഒരു സമയം മാക്സിമം എന്താണ്, ഇപ്പോ ചില പാരന്റ്സിലേക്ക് ഇപ്പൊ കുട്ടികള് ചിലർക്കൊരു വിഷമം വരാറുണ്ട്. ഞാൻ ചോദിക്കുക സത്യമാണെന്ന് അറിയില്ല. ഇപ്പൊ രണ്ട് കുട്ടികളായി കഴിഞ്ഞു, അത് ഇനിയിപ്പോ ഡെലിവറി നിർത്തുകയാണ്. അപ്പൊ ഒരു പേരന്റ് പറയുന്നത് എനിക്കൊരു വിഷമം, ഇനി മുലയൂട്ടാൻ പറ്റില്ല, ഇനി പാല് കൊടുക്കാൻ പറ്റില്ല എന്നോർത്തൊരു വിഷമം.
ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ആ കുട്ടിയായിട്ട്. പിന്നെ ഒരു കുഞ്ഞുണ്ടാവില്ല, അപ്പൊ കുഞ്ഞിനുള്ളത് സർജറി ആയി നിർത്തി. അപ്പൊ അങ്ങനത്തെ അറ്റാച്ച്മെന്റ് ഉള്ള പാരന്റ്സ് ഉണ്ട്. അപ്പൊ അത് തന്നെ ഓവർ അറ്റാച്ച്ഡ് ആണ്. കുട്ടികളിൽ നിന്ന് അമിതമായിട്ട് പ്രതീക്ഷിക്കണം. കുട്ടീനെ കുട്ടി ചില പാരന്റ്സ് അങ്ങനെയാണ്. നിങ്ങൾ പലരും പേരുണ്ടാവും അങ്ങനെ കുട്ടികളോട് ഭയങ്കര അമിതമായിട്ടൊരു അട്രാക്ഷൻ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. അമ്മമാർ പ്രത്യേകിച്ച് അങ്ങനെയാണ് അല്ലെ. അത് പക്ഷെ ശരിക്കും അപകടമാണ് കേട്ടോ. അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം. ഒരു സമയം വരുമ്പോ ഇവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരു സമയം വരുമ്പോ ഇവര് ഇവരുടേതായ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. ആ ഒരു സമയം വരുമ്പോ അവർ മാറും. അപ്പൊ എന്താണ്, നമ്മളെ എന്തിനേയും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് കൊടുക്കുക. കുട്ടികൾ അതങ്ങനെ തന്നെ പഠിക്കട്ടെ, അവർക്കും ആ ഒരു അറ്റാച്ച്മെന്റ് വേണ്ട. അതാണ് ഏറ്റവും നല്ലത്. സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹം വേണം എല്ലാവരും, പക്ഷെ ഒരു ഡിറ്റാച്ചിങ് ഫീലിംഗ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. നമുക്കും അവർക്കും ഒരേപോലെ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ കുട്ടികളോട് ഇടപെടുന്ന അവരോട് കാണിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നല്ല മനോഭാവം. മീൻസ് ഒരിക്കലും നമ്മളുടെ വാശിയോ വിദ്വേഷമോ തീർക്കാനുള്ള ഒരു ഉപകരണമല്ല കുട്ടികൾ എന്ന് ആദ്യം തിരിച്ചറിയാം അല്ലെ. അതാദ്യം മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളോട് പെരുമാറാനായിട്ട്. പിന്നെ കാര്യങ്ങൾ പലതും പറഞ്ഞു കൊടുക്കാം. മാക്സിമം നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റൂല അല്ലെ. അല്ലാതെ പ്രാക്ടിക്കൽ ആയിട്ട് അത് കൊണ്ടുപോകേണ്ടത് അവരാണ്. പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. അവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ, ആ ഒരു ഇതിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുക എന്നും പറഞ്ഞ ഒരിക്കലും നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കരുത്. ഓക്കെ. അപ്പൊ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും സ്നേഹവും സ്നേഹമൊക്കെ കൊടുത്താണ് വളർത്തുന്നത്. അവരെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വഷളാക്കുന്നത് നിങ്ങൾ പാരന്റ്സ് തന്നെയല്ലേ അല്ലേ. നമ്മൾ തന്നെ വഷളാക്കും. നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും, എന്നാൽ അവരായിട്ട് ചീത്തയെ പറയുകയും ചെയ്യും. എന്നാൽ ലാസ്റ്റ് എന്തെങ്കിലും വന്നാൽ നമ്മൾ ചെയ്തിട്ടാണെന്നുള്ളത് നമ്മുടെ തലയിൽ വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, നമ്മള് ഒരു ചിട്ടയുള്ള ലൈഫ് മാക്സിമം കൊണ്ടുപോകാൻ നോക്കിയാല് അവരുടെ ലൈഫും ബെറ്റർ ആവും, നമ്മുടെ ലൈഫും ബെറ്റർ ആവും. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ പ്രത്യേകിച്ച് പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആണ്, ഒരു പാരന്റ്സിന് കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവരുടെ ശരിക്കും സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു ബിഹേവിയർ ആണ് കുട്ടിയിലുണ്ടാവുന്ന ബിഹേവിയറിനെ രൂപപ്പെടുത്തി വരാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അത് ഒരേപോലെ തന്നെ അവന്റെ വളർച്ചയും വികാസത്തെയും ഒരേപോലെ തന്നെ ബാധിക്കുകയും ചെയ്യും. എപ്പോഴും കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ്, ഡിറ്റാച്ച്ഡ് ആവാൻ പറയുന്നില്ല ഒരിക്കലും, പക്ഷെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോട് കുട്ടികളോട് പെരുമാറുക, ഇതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ എന്താണ് മിണ്ടാതിരിക്കുന്നത്? കേട്ടിരിക്കുന്നതാണോ ഒന്നും പറയാനില്ല? കുട്ടികളെ കേൾക്കാൻ സമയം കൊടുക്കണം. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരം ചെയ്യും. പറയുന്നവരെല്ലാം പറയുന്നത് നമ്മൾ കേൾക്കാൻ നിൽക്കുക. എന്താ പറയട്ടെ, പറഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ക്ഷമ കാണിക്കാറുണ്ടോ? കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോഴും കേട്ടിരിക്കാറുണ്ടോ നമ്മള്? കുറച്ചൊക്കെ വേറെ കാര്യമൊന്നുമില്ല പറയാൻ. എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. നമ്മളെന്തായി വേറെ കാര്യങ്ങള്. ഈ കുട്ടി, നിങ്ങളൊരു കാര്യം ആലോചിച്ചോക്ക്, ഈ കുട്ടികൾ ഇപ്പോഴേ ഇതൊക്കെ പറയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. നമുക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ ആശ്രയിച്ചിരും. പക്ഷെ അവരൊന്നും തിരിഞ്ഞു പോയി നോക്കൂല. ഈ ഒരു സമയം അത് കഴിഞ്ഞു പോകുകയാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നു ആ ഒരു സമയം നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കി. അപ്പൊ നമ്മൾ പല പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടായി പോകും. ഈ സമയത്ത് ജീവിക്കാൻ നോക്കുക. അല്ലാതെ നമ്മള് എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്റെ കൊച്ചിനെ നോക്കാനിരുന്നാല് അത് നടക്കുന്ന കാര്യമല്ല. അവന്റെ സമയം ഇപ്പൊ കഴിയും. നമുക്ക് നമ്മുടെ ലൈഫിൽ ഓൾമോസ്റ്റ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. നമ്മളൊരു എല്ലാം കഴിഞ്ഞത് അവരുടെ ഈ ഒരു ബാല്യകാലമല്ലേ, അത് നമ്മളല്ലേ കൊടുക്കേണ്ടത്. നമുക്ക് നല്ല ബാല്യകാലമല്ലേ നമ്മുടെ അച്ഛനും അമ്മയും, നമ്മളല്ലേ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എപ്പോഴാണെങ്കിൽ. ഇപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചാൽ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കോഴ്സിന് ജോയിൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ കുട്ടികളുള്ള സമയമാണോ? അല്ല അല്ലെ. നിങ്ങൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ് അല്ലെ. അവർക്ക് വേണ്ടി സമയം മാറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവര് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മാറി നിൽക്ക്, പറയല്ലേ, വേണ്ട എന്ന് പറഞ്ഞൊരിക്കലും മാറ്റരുത് കേട്ടോ. ഇപ്പൊ കാലഘട്ടത്തിലുള്ള കുട്ടികള് സൂയിസൈഡ് മെന്റാലിറ്റിയും കൂടുതൽ കണ്ടുവരുന്നില്ല. ന്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അമ്മ വഴക്ക് പറഞ്ഞതിന് സൂയിസൈഡ് ചെയ്തു, അതുപോലെ മൊബൈൽ ഫോൺ മേടിച്ചു വെച്ചപ്പോ സൂയിസൈഡ് ചെയ്തു, അങ്ങനെയുള്ള ന്യൂസ് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതെ. ഇപ്പൊ മൊബൈലിന്റെ കാര്യം പറഞ്ഞോളാ, ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണേ. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാറില്ലേ നിങ്ങള്? കൊടുക്കാറുണ്ട്, പക്ഷെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഞാൻ അരമണിക്കൂറിൽ ഒരു ഡേ ഇത് കൊടുക്കാറില്ല. എന്റെ ഫോണ് അതുപോലെ പേടിയാ, ടച്ച് ചെയ്യില്ല, ഫോണ് കൊടുക്കൂല.
മണിക്കൂർ കൊടുക്കാറുണ്ട് അല്ലെ രസ്മിന? 2 മണിക്കൂർ എപ്പോഴും ഡെയിലി ഇല്ല. ഇപ്പൊ ലീവുള്ള സമയത്ത് വീക്കെൻഡിലെല്ലാം കൊടുക്കും. നല്ല കാര്യം. ഫുൾ ടൈം ഫോൺ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പോണ എത്ര കുട്ടികളുണ്ട്? നിങ്ങൾ കാണാതിരുത്തിട്ട് പോകണ്ടാവും, വഴക്കിട്ട് എടുത്തിട്ട് പോകണ്ടാവും, എത്ര കുട്ടികളുണ്ട് അല്ലേ? ഉണ്ടാവില്ല ഞാൻ പറയല്ലേ. നിവർത്തികേട് കൊണ്ട് കൊടുക്കുന്ന പാരന്റ്സും ഉണ്ട്. ലോക്ക്ഡ് ആണ്, ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ കൊടുക്കുമായിരുന്നു. ഈ തല്ലുപിടുത്തവും കരച്ചിലൊക്കെയാണ് ചെറുപ്പത്തിൽ കൊടുക്കുന്നു. ഇപ്പൊ അംഗൻവാടിയിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ പിന്നെ കൊടുക്കലില്ല, അല്ലാതെ ഫുഡ് കൊടുക്കുക ചെയ്യുന്നത്. ആദ്യം കൊടുക്കുന്നു. ഇനിയിപ്പോ നമ്മള് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ കൊടുക്കും, കരച്ചില് കേട്ടാലേ. അതാണ് പ്രശ്നം. അതൊരു പ്രശ്നം തന്നെയാണ്. ഗ്രാൻഡ് പാരന്റ്സ് അവരെടുത്താ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവരായിട്ട് നമ്മൾ ഇത് ഫോൺ കിട്ടാൻ വേണ്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കും. കരഞ്ഞ് ഫോൺ വാങ്ങിക്കും. അപ്പൊ നമ്മൾ തിരക്കുകൾ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ കൊടുക്കുമല്ലേ. ഇപ്പൊ അത് മാറി, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഫോൺ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നതിൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകമാണ് അല്ലെ. അപ്പൊ കുറച്ച് സമയമൊക്കെ അവർ കാണട്ടെ, കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അതിലാണ്. ഇപ്പോഴത്തെ ക്ലാസ്സുകളെല്ലാം നോട്ട്സ് എല്ലാം വരുന്നത് ഫോണിൽ കൂടെയാണല്ലോ. ഗ്രൂപ്പുകളും നോട്ട്സ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ചിലപ്പോ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് അവരൊക്കെ ഒന്നുകൂടി വാശി കൊടുക്കുന്നത് അല്ലെ. നമ്മളധികം വാശി എത്തിക്കുന്ന എന്നാൽ കൂടെ ഇരുന്ന് കാണിക്കാം. അല്ലെ നിങ്ങൾ കൂടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ അങ്ങനെ ഫോൺ കണ്ടെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല കേട്ടോ. അങ്ങനത്തെ ചിന്താഗതിയൊന്നും ആർക്കും വേണ്ട. കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും ഇപ്പൊ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാണുന്നതിൽ ഒരു പ്രശ്നമില്ല. നമ്മള് വാശി പിടിക്കുമ്പോഴാണ് അവർക്ക് അതിലും വലിയ വാശി വരുന്നത്. പിന്നെ അത് പല പ്രശ്നങ്ങളിലേക്കോ അത് ഇപ്പൊ അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് ഏറ്റെടുക്കും, മറ്റു വിഷയങ്ങളാവും. അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. കുറച്ച് സമയം കണ്ടോട്ടെ. മാക്സിമം ശനി ഞായറുള്ള ദിവസങ്ങളിൽ മാത്രം കുറച്ച് സമയം അവർ കണ്ടോട്ടെ, കാണാതിരിപ്പിക്കണ്ട. കാരണം എല്ലാ കുട്ടികളും മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ അധികം റെസ്ട്രിക്ട് ചെയ്ത് വെച്ചാലും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടോ. പല സൈക്കോളജിസ്റ്റുകളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോ മനസ്സിലായ കാര്യമാണ്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യത്തിനോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വാശി വരുന്നത് അല്ലെ. നമുക്ക് വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കൂടുള്ളൂ. നമ്മ ഇപ്പൊ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കും, പക്ഷെ അവരൊരു സമയം കഴിയുമ്പോൾ അവരത് എന്തായാലും യൂസ് ചെയ്യും. ഓക്കെ, ഓവറായിട്ട് ഒരിക്കലും കൊടുക്കണ്ട. നമ്മൾ കൊടുത്തു നിങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടുക്കുക, നിങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കുക. ഓക്കെ. എന്റെ മോനെ എടുക്കുക അഡിക്റ്റഡ് ആയിരുന്നു. ഫോണില്ലാതെ ഇരിക്കൂലായിരുന്നു. അപ്പൊ ചെറുതാണ്. അപ്പൊ ഇളയ കുഞ്ഞൂടുള്ളായിരുന്നു കൊണ്ട് കരയാതിരിക്കാൻ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് ഭയങ്കര അഡിക്റ്റ് ആയിട്ട് ഭയങ്കര കരച്ചില്ല. കൊടുത്തില്ലെങ്കിൽ കരച്ചില്ല. ഒരു ഫോൺ വന്നപ്പോൾ നമുക്ക് തരില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ എന്റെ ഫോൺ ഡിസ്പ്ലേ പോയി ഒരു 2 മാസത്തോളം കണ്ട് ഞാൻ നന്നാക്കിയില്ല ഫോൺ. അപ്പൊ എനിക്കും വേണ്ട ഫോണിനുള്ള കണ്ടീഷനിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ പിന്നെ കൊച്ചിന്റെ ആ ഒരു മൈൻഡ് അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ ഡിസ്പ്ലേ പോയി രക്ഷപ്പെട്ടത്. കുട്ടികളുടെ ആരംഭം നിങ്ങൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്യും? അത് ഇവരുടെ സ്കൂളിൽ സാറ് പറഞ്ഞു, നമ്മൾ കാണുന്നത് കൊണ്ട് മക്കൾക്കും കാണിച്ചു കൊടുക്കാൻ. നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ മക്കൾ കോപ്പി ചെയ്യുന്നത്. റെക്കോർഡൊക്കെ ഫിൽ ചെയ്യാനുള്ളതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യുന്ന ടൈമും കുറവാണ്. എന്താണ് കേട്ടില്ല? റെക്കോർഡൊക്കെ ചെയ്യാനുള്ളത് കാരണേ 2 റെക്കോർഡ് ഇപ്പൊ വർക്ക് തന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ റെക്കോർഡ് കഴിയാറായി. റെക്കോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിയാറായല്ലേ. ചെയ്യാത്തവരുണ്ടോ ആരെങ്കിലൊക്കെ? സ്റ്റാർട്ട് ചെയ്തു, കംപ്ലീറ്റ് ആയില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കുട്ടികൾ ഇപ്പോ സ്കൂളിൽ പോകുന്ന ഒരു ടൈം അല്ലേ റെക്കോർഡ് ചെയ്താൻ ഏറ്റവും സുഖം? അതെ. അത് അല്ലെങ്കിൽ നമ്മുടെ സാറ്റർഡേ സൺഡേസ് അവരെ വീട്ടിലുണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അവരവിടെ ഇരുന്നോട്ടെ. അവരെ കൂടി ഇരുത്തി നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾ വർക്കിംഗ് ഡേയ്സ് നോക്കുക. ശനി ഞായറുള്ള ദിവസങ്ങള് മാക്സിമം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താൻ വേണ്ടി ഒരു ടൈം എപ്പോഴെങ്കിലും നിങ്ങളൊരു സമയം മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആയിക്കോളും.
കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവരത് കണ്ടോട്ടെ, കണ്ടു വളർന്നോട്ടെ, ഒരു പ്രശ്നമില്ല, ഒന്നും നശിപ്പിക്കാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇപ്പൊ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ നമ്മൾ ഒരു മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ വർക്ക് പെൻഡിങ് ആവില്ല. ഇപ്പൊ നമ്മള് വൈവേ കണ്ടക്ട് ചെയ്ത സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, കുറെ പേര് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ടീച്ചർ അത് എഴുതിയിട്ടില്ല. 5 റെക്കോർഡ്സ് ഇല്ല നിങ്ങൾക്ക്, 5 റെക്കോർഡ്സിൽ 2 എഴുതിയിട്ടുള്ളൂ ടീച്ചറെ, എഴുതാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പരാതികളൊന്നും. ഈ പരാതികൾ വരുന്നതിന്റെ കാരണം നിങ്ങൾ അതിന് ഒരു സമയം നിങ്ങൾ കണ്ടെത്താത്തതുകൊണ്ടാണ് അല്ലെ. നിങ്ങളിപ്പോ ഒരു സമയം കണ്ടെത്താം, സാറ്റർഡേ സൺഡേസിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനാണ് നിങ്ങൾ അങ്ങ് ഫിക്സ് ചെയ്തു. നിങ്ങൾക്ക് നല്ലൊരു റുട്ടീൻ ആയിരിക്കും ഉള്ളത് കേട്ടോ. അപ്പൊ അത് തീർന്നോളും. ലാസ്റ്റ് ഏതായാലും ഏറ്റവും ലാസ്റ്റ് സമയം നമുക്ക് സമയമുണ്ട് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ. അപ്പൊ ആരും വൈകാതെ സമയത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് പറയാം. എനിക്ക് ഇനി പ്രഗ്നൻസി ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം സമയം കൊടുത്ത് ചെയ്യാം. അല്ലാത്തവരാരും ചെയ്യാതിരിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞ മോണ്ടിസോറിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കണ്ടന്റ്സ് ആണ് നമ്മുടെ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകരിക്കാൻ പോകുന്നത്, നമുക്കല്ല, നിങ്ങൾക്കാണ് ഉപകരിക്കാൻ പോകുന്നത്. വൈകക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ റെക്കോർഡ്സ് എഴുതുമ്പോൾ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ അതൊന്ന് മൈൻഡിലൊന്ന് അതിലുള്ള കാര്യങ്ങളൊന്നും മറന്നു പോകരുത്, ഒന്ന് ഓർത്തു വെക്കുക, അല്ലെങ്കിൽ ഒന്ന് എവിടെ എഴുതി വെക്കുക. നമുക്കിതൊക്കെ വൈവയുടെ സമയത്ത് നമുക്ക് ഇതൊക്കെ പറയാനുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, ക്വസ്റ്റ്യൻസ് മീൻസ് നിങ്ങൾ ഏത് അപ്രാക്ടീസ് ആണ് ഉണ്ടാക്കിയത്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം, എങ്ങനെയാണ് നിങ്ങൾ അത് ഉണ്ടാക്കിയത്, ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എന്താണ്, ഏത് ആക്ടിവിറ്റി, ഇപ്പൊ ഒരു സ്റ്റോറി എഴുതുന്ന വെച്ചോ, ആ സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്കൊരു എഴുതുന്ന ആൾക്ക് ഒരു ബോധം ഉണ്ടാകണമെന്ന് അറിയില്ല നമ്മള്, അതെന്താണ് ആ സ്റ്റോറി, എന്താണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നെങ്കിലും നിങ്ങൾക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. നമുക്കത് ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ റെക്കോർഡ്സിനെ പറ്റി മനഃപ്പാടമായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കഴിഞ്ഞ ബാച്ചിലൊരു കുട്ടി ഭയങ്കര ഉദാഹരണമാണ്. ആ കുട്ടിക്ക് 2-3 കുട്ടികളായിട്ടുണ്ട്, വീട്ടില് കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഇതേപോലെ ഒരു സമയം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സാറ്റർഡേ സൺഡേസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ കുട്ടി ചെയ്തു, കംപ്ലീറ്റ് വർക്കും ചെയ്തു. ഒരു വർക്കിനെ പറ്റി ചോദിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പറയാം, അത് ചെയ്തവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളെ വ്യക്തമായി പറഞ്ഞാലും നമ്മൾ ചെയ്ത കാര്യം പറയാൻ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അപ്പൊ ആ കുട്ടി പറഞ്ഞു അത്രയും ബുദ്ധിമുട്ടുകളുടെ ഇടയിലും ആളത് ചെയ്തു. 5 റെക്കോർഡ്സും കംപ്ലീറ്റ് ചെയ്തു, സർവേ കംപ്ലീറ്റ് ചെയ്തു, അപ്രാക്ടീസ് പറ്റുന്ന പോലെ ആ കുട്ടി ഉണ്ടാക്കി. അത്യാവശ്യം ചെറിയ കുട്ടികളാണ്, കുഞ്ഞു കുട്ടികളാണ്, എല്ലാം അധികം ഗ്യാപ്പൊന്നുമില്ല. പക്ഷെ അതാണ്, അത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓരോ വർക്കും ചെയ്യുമ്പോൾ ഇത് എന്റെ വർക്കാണ്, എനിക്കിത് ആവശ്യം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. റെക്കോർഡ് ഇപ്പൊ എവിടെ വരെ എഴുതി നിങ്ങള്? 2ാമത്തെ റെക്കോർഡ് 4 ഇല്ലേ, പസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അതും മൈ കളക്ഷൻ ബുക്കും ഫസ്റ്റത്തെ. പിന്നെ നമ്മളെ കൂട്ടത്തില് ഇപ്പൊ റെക്കോർഡ്സ് എഴുതാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ എഴുതേണ്ടതാണ് അറിയാത്തവരുണ്ടാവുമല്ലോ നമ്മുടെ കൂട്ടത്തില്. അങ്ങനെയുള്ളവർക്ക് ഒന്ന് നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക കേട്ടോ, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് മാം. അത് മതി. ആദ്യം കോപ്പി അടിക്കാനും നിങ്ങൾ എഴുതിയൊന്നും കൊടുക്കണ്ട, അവർ ചെയ്യാത്തവരോ ഒന്ന് നിങ്ങളും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അന്ന് ആരെങ്കിലും ഒന്ന് നിങ്ങളും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഒന്ന് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയല്ലേ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഒരേപോലെ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാം. അപ്പൊ റെക്കോർഡ് ആരുടെയും പെൻഡിങ് വരരുത് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളത് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും 6 മാസം നിങ്ങൾ ജോയിൻ ചെയ്താൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. തിയറി ക്ലാസ് ഒക്കെ പെട്ടെന്ന് പോകും, പെട്ടെന്നായിരിക്കും ഇതൊക്കെ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം സ്പീഡിൽ ഇതൊക്കെ പെട്ടെന്ന് വന്ന് തരും. ഇപ്പൊ നമ്മുടെ പാർട്ട് 1ഉം 2ഉം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ടൈം എക്സാം വരും. അത് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എക്സാമിന്റെ കാര്യം? ഇല്ല, പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പാർട്ട് 1 ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു 50 മാർക്കിന്റെ ഒരു പരീക്ഷ ഉണ്ടാവും നമുക്ക്. അതായത് 10 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബാക്കി 40 മാർക്ക് നമ്മുടെ തിയറി ആയിരിക്കും. നമ്മൾ പഠിപ്പിച്ച മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും അതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ എക്സാം എഴുതുന്നതിനൊക്കെ മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സാംസ് തന്നെ. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യണം, ആരും മാറി നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യാൻ പറയണേ. ധനീഷിനെ കൂടി ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ. അഡ്മിൻ ഒന്ന് നമ്പർ അയച്ചു കൊടുത്താൽ മതി കേട്ടോ.
ഓക്കെ. അപ്പൊ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് കുട്ടിയുടെ വളർച്ചയെയും അതേപോലെ തന്നെ എന്താണ് വികാസത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ദെൻ അടുത്തത് എന്താണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. എന്താണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്? നമ്മുടെ ചുറ്റുപാട്. ചുറ്റുപാട് നമ്മുടെ ഒരു കുട്ടീനെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും. സാമ്പത്തിക നില ശരിക്കും ബാധിക്കുന്നുണ്ട് അല്ലെ? അതായത് വളർച്ച നോക്കുമ്പോ നമ്മളിപ്പോ സാധാരണ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലെ? പാവപ്പെട്ട വീട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണ റേഷൻ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും, അവർക്ക് വേറെ തരത്തിലുള്ള പോഷകാഹാരങ്ങളൊന്നും ലഭിക്കുന്നില്ല അല്ലെ? പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടിയ എക്കണോമിക് സ്റ്റാറ്റസ് കൂടിയ ആൾക്കാരുടെ വീടൊന്ന് നോക്കൂ. കുട്ടികൾക്ക് വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസ് ഉണ്ട് അവിടെ അല്ലെ? എല്ലാ ഐറ്റംസും ഉണ്ട്. പാലിന് പാല്, പ്രോട്ടീൻസിന് പ്രോട്ടീൻസ്, എന്ത് വേണമെങ്കിലും അതുണ്ട്. അവിടെ ശരിക്കും നമ്മൾ ഒരു അന്തരം മനസ്സിലാക്കണം അല്ലെ? ഇല്ലാത്ത കുട്ടികൾക്ക് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് മോശമായ കുട്ടികൾക്ക് ഭക്ഷണം ഇല്ല, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു നിലയും വിലയും സമൂഹത്തിൽ പോലും ഇല്ല. അതായത് കുട്ടികൾ അവന്റെ ക്ലാസ് മുറിയിലെ കുട്ടികൾ തന്നെ നിന്റെ അച്ഛൻ എന്താ ജോലി, നിന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണെന്ന് പറഞ്ഞാല് ചില CBSE സ്കൂളിലെ കുട്ടികള് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഏറ്റവും വലിയൊരു മാനക്കേടായിട്ടാണ് കാണുന്നത്. എന്റെ അച്ഛൻ ബാങ്കിലാണ് ജോലി. അവിടെ എന്താണ് അവിടെ നില മാറി അല്ലെ? സ്റ്റാറ്റസ് മാറി അവിടെ. ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളും ജീവിക്കുന്നുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥനും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾ എങ്ങനെ ഈ അന്തരങ്ങൾ മനസ്സിലാക്കി? അവിടെ എങ്ങനെ വലിപ്പം ചെറുക്കുകൾ കുട്ടികളെ മനസ്സിലാക്കി? എക്കണോമിക് അല്ലെ? ശരിക്കും കുട്ടികൾക്ക് സാമ്പത്തിക നില അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സമയത്തും നമുക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നോ? പക്ഷെ നമ്മൾ ജീവിച്ചില്ലേ? എല്ലാ സൗകര്യത്തോടെയാണോ നമ്മൾ എല്ലാവരും വളർന്നത്? അല്ല. സൗകര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ എല്ലാവരും ജീവിച്ചു പോകും. അതെ, സൗകര്യങ്ങൾ വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റും. ജീവിക്കാൻ പറ്റാത്തായിട്ടൊന്നുമില്ല. പട്ടിണി കിടന്നും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആ സൗത്ത് ആഫ്രിക്കയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പട്ടിണി മരണങ്ങളാണ് അവിടെ. പക്ഷെ അവര് ആ മാക്സിമം പോരാടിയിട്ടാണ് അവിടെ മരിച്ചിരുന്നത്. ആരും ജീവിക്കാതിരിക്കുന്നില്ല പട്ടിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ? ഓക്കെ, അങ്ങനത്തെ ജീവിതങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ സ്റ്റാറ്റസിനത്, അതായത് അവന്റെ വളർച്ച, ഇപ്പൊ ക്ലാസ് മുറിയിലാണെങ്കിൽ ഇത്തരത്തിൽ അന്തരങ്ങൾ വരുന്നത് പണമില്ലാത്തവനും പണമുള്ളവനുള്ള അന്തരം അവിടെ വരുന്നുണ്ട്. അത് ചില കുട്ടികളെ മാനസികമായിട്ട് ചിലവർ ചൂഷണം ചെയ്യും. ടീച്ചേഴ്സ് തന്നെ ചൂഷണം ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂല. ചില സ്കൂളുകളിലുള്ള ചില അധ്യാപകർക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ചില അധ്യാപകർ അങ്ങനെയാണോ? എത്രത്തോളം ഡിവൈൻ പ്രൊഫഷൻ ആണെങ്കിലും ആ ഡിവൈൻ പ്രൊഫഷന്റെ അർത്ഥം മനസ്സിലാക്കാതെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ജസ്റ്റ് പൈസയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ജോലി ചെയ്യുന്ന കുറെ അധ്യാപകരുണ്ട്. കുറെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വിരലിൽ എണ്ണാമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഇത്തരത്തിൽ കുട്ടികളിലേക്ക് ഇത്തരം അനാവശ്യ ചിന്താഗതികൾ എത്തിക്കുന്നത്. അപ്പൊ അതുവരെയും കുട്ടികൾ പരസ്പരം അറിഞ്ഞിരുന്നില്ല, അവര് തമ്മിൽ എല്ലാവരും ഈക്വലാണ്. ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഈക്വലാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു സംസാരത്തിന്റെ ഇടയിലായിരിക്കാം അധ്യാപകർ പറയുന്നത്, വിനുവിന് അതുണ്ടല്ലോ, വിഷ്ണുവിന് ഇതില്ലല്ലോ, വിഷ്ണുവിന്റെ അച്ഛൻ അതല്ലേ, വിനുവിന്റെ അമ്മ ഇതില്ലേ എന്നുള്ളൊരു വന്നപ്പോ കുട്ടികൾക്ക് എന്ത് മനസ്സിലായി? അവിടെ എന്തോ തമ്മിൽ അന്തരങ്ങൾ ഉണ്ടെന്ന് കുട്ടികൾ തിരിച്ചറിയും. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അവർക്ക് മെന്റലി കുട്ടികളുടെ മാനസികാവസ്ഥയിലാണ് അത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിന്റെ ഒരു അനുഭവം പറയട്ടെ മിസ്. പറഞ്ഞോളൂ. ഇതുപോലെ പ്രൈമറി ക്ലാസ്സില് പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആരെങ്കിലും നല്ല ഡ്രസ്, ഒരു വെനസ്ഡേ നമുക്ക് കളർ ഡ്രസ്സാ, ബാക്കിയുള്ള ദിവസങ്ങളിലാണ് യൂണിഫോം. അപ്പോ ആര് കളർ ഡ്രസ് ഇട്ട് ആ കളർ ഡ്രസ് ഇട്ട് വരുന്ന ദിവസം ആരാണോ ഏറ്റവും ഭംഗിയുള്ളത് ഇട്ടിട്ടുള്ളത് അവരെ അടുത്ത് വിളിക്കും. എന്നിട്ട് അവരോട് സംസാരിക്കും, ഇതെടുന്നാ വാങ്ങിയത്, ആരെ, അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മളെല്ലാവരുടെ മനസ്സിലും അടുത്ത ദിവസം നമ്മളെ വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് വരും, അത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ അത് മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും മറ്റുള്ള പിള്ളേർ. അപ്പൊ ഒരു ദിവസം എനിക്ക് അങ്ങനെ ബോംബെ എന്നുള്ള ഒരു ഡ്രസ്സ്, ഭയങ്കര നല്ല ഒരു എന്താ പറയാ സിൻഡ്രല്ലയിലെ പോലത്തെ ഒരു വൈറ്റ് ഗൗണ് കിട്ടി. അപ്പൊ അത് ഇട്ടിട്ട് പോയന്ന് വിളിച്ചു.
അപ്പൊ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഇപ്പൊ അതൊക്കെ മോശം സ്വഭാവമാണ് ടീച്ചറതെന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ആ സമയം അപ്പൊ ആ കുട്ടികൾ എത്രത്തോളം ആ ചുറ്റുപാടുള്ള കുട്ടികൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മളെയും വിളിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റുള്ള കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ. അപ്പൊ അത് എന്റെ അഭിപ്രായത്തിലെ ടീച്ചേഴ്സിന് ഒരിക്കലും പാടില്ലാത്തൊരു ബിഹേവിയർ ആണ് അത്. മനസ്സിലായല്ലോ, ഉദാഹരണ സഹിതം മനസ്സിലായല്ലോ ഇതാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആഗ്രഹം എന്താ, നമ്മുടെ കുട്ടികൾ പക്ഷെ ആ ഒരു അവസ്ഥയിൽ പോകരുതെന്നല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. ആ ഒരു അവസ്ഥയൊന്നും കുട്ടികൾക്ക് ഉണ്ടാവരുത്. അത്യാവശ്യം നമ്മളതിനെ സഹായിച്ചപ്പോ നമ്മള് ഭക്ഷണമുണ്ട്, അത്യാവശ്യത്തിന് ഇടാനുള്ള വസ്ത്രമുണ്ട്, അതൊക്കെ തന്നെ ബേസിക് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവർക്ക് മാനസികമായി ഇങ്ങനത്തെ ഒരു ആഘാതം കൊടുക്കുമ്പോ കുട്ടികള് എന്താണ്, ചിലപ്പോ ചില കുട്ടികളെ വീട്ടിൽ വന്നത് പറയും. പക്ഷെ ചില കുട്ടികൾ എന്താണ്, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് പറയില്ല അല്ലെ. പക്ഷെ ഉള്ളിൽ ഒതുക്കെങ്കിലും അവരുള്ളിൽ നമ്മൾ പല സിനിമകളിലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും. പണമുള്ളവനും പണമില്ലാത്തവനൊക്കെ തമ്മിലുള്ള. ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങി മൂൺ വാക്ക് എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല. മൂൺ വാക്ക് കണ്ടിട്ടുണ്ടാവും. ഒട്ടിപ്പിൽ ഇറങ്ങിയ ചിത്രങ്ങള്. നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അത്യാവശ്യ സിനിമകളൊക്കെ സമയമൊക്കെ കിട്ടുമ്പോ നിങ്ങൾ ആ ഒരു ഇതിൽ നിന്ന് വിട്ടുപോവല്ലേ. സമയമൊക്കെ എടുത്ത് അത്യാവശ്യം ചെറിയ ചെറിയ നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് സിനിമ കാണാൻ എൻജോയ് ചെയ്യാന്നുള്ള കാര്യം മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും പല കണ്ടന്റ്സ് അതിൽ നിന്ന് കിട്ടും. കാര്യമായിട്ട് പറയാണ്, ചില സിനിമകളില് നല്ല കണ്ടന്റുകൾ ഉണ്ട്. നിങ്ങൾ നല്ലൊരു അധ്യാപകനാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്ത് കണ്ടുണ്ട്, കണ്ടും കേട്ടൊക്കെ അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നല്ല സിനിമകൾ ഇറങ്ങുന്നതൊക്കെ കാണാം കേട്ടോ. ഒട്ടിപ്പിലൊക്കെ ഫോണിലൊക്കെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നതാണ്. പഴയ സിനിമ കണ്ടെന്ന് വെച്ചപ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ആ സിനിമയിൽ ഇതേപോലെ പണമില്ലാത്തതും പണമുള്ളതിന്റെയും ഒരു അന്തരങ്ങൾ ശരിക്കും കാണിക്കുന്നുണ്ട്. കാരണം ആ കുട്ടി എന്ന് പറയുന്നത് അവരുടെ വീട്ടില് പണിയെടുക്കുന്ന ആളുടെ മകനാണ്. പക്ഷെ ഈ മുതലാളിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ അവരെക്കാൾ എബിലിറ്റീസ് കൂടുതൽ ഈ കുട്ടിക്ക് ഉണ്ടായി. ഇവൻ അവരുടെ കളിക്കുന്നത് കണ്ടിട്ട് അവൻ പാടത്തും പറമ്പിലൊക്കെ പോയി ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് മറ്റുള്ളവർ കാണുന്നുണ്ട്. പക്ഷെ ഇവൻ കളിക്കാൻ വരുന്ന സമയത്ത് അവർ പറയും, നീ എന്താണ്, നിനക്ക് അവിടെ പണിയുള്ളതല്ലേ, നിനക്ക് മില്ലിൽ പണിയുള്ളതാണ്, നീ അവിടെ പോണ ഇവിടെ വരരുതെന്ന് പറയും. അങ്ങനെ എന്താണ് ഒരാളവിടെ നമ്മൾ എന്താണ് ബ്രേക്ക് ചെയ്യണം. മൂൺ വാക്ക് പുതിയ പടം. അപ്പൊ എന്താണ് അവനവിടെ തിരസ്കരിച്ച് വിടാണ്. അവിടെ ആൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിക്കും ഒരു അന്തരം കാണിക്കുക, ശരിക്കും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ആ സിനിമയിൽ ലാസ്റ്റ് ആ കുട്ടിയാണ് ആ സിനിമ ത്രൂ ഔട്ട് ലാസ്റ്റ് കൊണ്ടുപോകുന്നത്. കുട്ടി എന്ന് വെച്ചാൽ ആള് വലുതായി, ഏറ്റവും ബെസ്റ്റ് ഡാൻസർ ആവേണ്ടത്. അവന്റെ അച്ഛനും അമ്മയ്ക്കും പെണ്ണുൾക്കും അവന് മാത്രമല്ല, അവൻ മില്ലിൽ പോയി പണിയെടുത്തിട്ടാണ് അവൻ ആ കൂട്ടുകാരുടെ നടക്കുന്നത്. പക്ഷെ അവനെ ഒരു പൊതുമർദ്ദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ സൊസൈറ്റി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു മൊമെന്റിൽ അവൻ രക്ഷപ്പെടും. അത് അവൻ ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ. അതിന്റെ പുറകെയുള്ള ഒരു കാര്യമാണ് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ സിനിമകളൊക്കെ കാണാം. നീ ഒരിക്കലും മുറിക്കുള്ളിൽ അടങ്ങിയിരുന്ന് പോകരുത് കേട്ടോ. ഏകദേശം ടീം വരുന്നില്ലേ, വിക്രമാദിത്യൻ, ദുൽഖർ സൽമാന്റെ വിക്രമാദിത്യൻ, ഏകദേശം ഇതേ ടീം വരുന്നല്ലേ. വിക്രമാദിത്യൻ നല്ല സിനിമയാണ് അല്ലെ. ഇങ്ങനൊരു ടീമാണ്. അത് അവന്റെ അച്ഛൻ കള്ളറാണെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു സിനിമയല്ലേ. അതെ. അപ്പൊ അതൊക്കെ ആരാണ്, അതൊക്കെ സൊസൈറ്റി വെച്ചു കൊടുക്കുന്നതാണ്. സൊസൈറ്റി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ ചിലപ്പോ അവന്റെ അച്ഛൻ കള്ളറാണെന്നുള്ളത് ചിലപ്പോ അയാൾ ചെയ്തത് വെച്ചാൽ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും ആദ്യം വർക്ക് ചെയ്തു ആരായി, കളക്ടറായി അല്ലേ. നല്ല സിനിമകൾ, അങ്ങനെയുള്ള സിനിമകളൊക്കെ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. നല്ല സിനിമകളാണ്. എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിലേക്കൊക്കെ പോയത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കുമല്ലോ, നിലയും വില നമ്മൾ പറയാറില്ല, നിലയും വിലയുള്ളതിനെ ഇന്നും സമൂഹത്തിൽ വിലയുള്ളൂ എന്നൊക്കെ പറയാറില്ല നമ്മള്. അത് ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. നമ്മുടെ സൊസൈറ്റിയാണ് അങ്ങനെ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചത്. പ്രത്യേകിച്ച് കുട്ടികളിൽ എന്ത് പറഞ്ഞു കൊടുത്താലും കുഞ്ഞുങ്ങൾ അത് എന്താണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവര് അക്സെപ്റ്റ് ചെയ്ത് കളയും പെട്ടെന്ന്. അവർക്ക് ഒരു വിഷമം വരും. പക്ഷെ അധ്യാപകർ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ അന്തരം വെച്ച് കാണരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഒരേപോലെയാണെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആ ഒരു വേർതിരിവൊന്നും നിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ചെയ്യുക. അതാണ് ഏറ്റവും വേണ്ടത് കേട്ടോ.
നമുക്ക് ഇല്ലാഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമെന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും അല്ലെ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നൊക്കെ ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും. പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള നിലനിന്ന് നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അല്ലെ. മറ്റുള്ളവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ നമുക്ക് വാക്കുകൾ കൊണ്ട് അവരെ രക്ഷിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് രക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നല്ല അധ്യാപകരാകാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത്തരം ധീർതയും ഒന്നും കുട്ടികളോട് കാണിക്കരുത്. റസ്മിൻ ഇനിയിപ്പോ കാണിക്കില്ല എന്ന് റസ്മിൻ അത് തിരിച്ചറിഞ്ഞല്ലേ റസ്മിന? അതെ ഒരിക്കലും കാണിക്കൂല. അങ്ങനത്തെ 2-3 അനുഭവങ്ങളുണ്ട്. ഇനി ഇത് റിലേറ്റഡ് തന്നെയാണ് അടുത്തത് വന്ന് നോക്കിയേ, ഫാമിലി സ്ട്രക്ചർ. ഒരു കുട്ടിയുടെ ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്ന വളർച്ച വികാസത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? സ്വാധീനിക്കുന്നുണ്ട്. ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോ എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് ഉദാഹരണം സഹിതം? ആണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു ശിക്ഷണവും അത് ചെയ്യരുതെന്ന് പറയുമ്പോ അവര് ചെയ്യില്ല. ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ സ്മോൾ ഫാമിലി ആവുമ്പോ അവർക്ക് യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. ഇത് എന്റെ സ്മോൾ ഫാമിലിയാണ്, അതായത് ഗ്രാൻഡ് പാരന്റ്സ് ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാലും അവര് ചിലപ്പോൾ ചെയ്യും. ഒരു അച്ചടക്കം പുറത്ത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇല്ലാത്തവരല്ലേ ഉള്ളതിന് ഇല്ലാത്തതിന്റെ വിഷമം പറയും, ഉള്ളവര് ഗ്രാൻഡ് പാരന്റ്സ് ഉള്ളവരുടെ വിഷമം പറയും. അത് ശരിയാണ്. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വേണമല്ലേ, അതൊക്കെ അതൊരു നല്ല കാര്യമാണ് അല്ലെ. കാര്യം എന്തൊക്കെയാണെങ്കിലും അവരൊന്നില്ലെങ്കിൽ പിന്നെ എന്തെന്നാ നിങ്ങളുടെ മുത്തശ്ശനെ മുത്തശ്ശിയെ മിസ് ചെയ്തില്ലേ പണ്ടത്തെ? അതെ, എന്റെ വീട്ടിലായാലും എന്റെ ഫാദർ മൂന്നാമത്തെയാണ്, പിന്നെ 2 അനിയന്മാരുണ്ട്. അപ്പൊ ഞങ്ങളുടെ വലിയ ഗ്രാൻഡ് പാരന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരത്തെ എഴുന്നേക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ തറവാട്ടിൽ ചെല്ലുമ്പോ അവരൊക്കെ 6 മണിക്കൊക്കെ എഴുന്നേക്കും. അപ്പൊ നമ്മൾ വിരുന്നിന് ചെല്ലുമ്പോ എനിക്കൊക്കെ അത്ഭുതം തോന്നിട്ട് ഇവരെന്ത് വെട്ടം വെക്കണൊക്കെ ആവുമ്പോൾ എണിച്ചാണ്. ഞാനൊക്കെ ഒരു 8-9 മണിയൊക്കെ ആവാതെ പഠിത്തമില്ലാത്തപ്പോ എഴുന്നേക്കൂല. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ കിട്ടും കുട്ടികൾക്ക്. നമ്മളുടെ അച്ഛനെ അമ്മേനേക്കാളുള്ള വേറൊരു സ്നേഹമാണ് അവരുടെ കിട്ടുന്നത് അല്ലെ. അച്ഛനമ്മനെ കിട്ടുന്ന പോലത്തെ ഒരു സ്നേഹം അല്ല അത്. അതിന് എന്തൊക്കെയോ ഒരു പ്രത്യേകത സ്പെഷ്യലാണ്. നമുക്കിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നൊസ്റ്റാൾജിയ ഒരു കാര്യം ഞാൻ ഇഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്, നമ്മളുടെ പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ അമ്മ വീട്ടിൽ പോകാനാണ്, ഉമ്മച്ചിയുടെ വീട്ടിൽ പോകാനായിരിക്കും എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ചിലവര് നേരെ തിരിച്ച് ഉമ്മച്ചിയുടെ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ അച്ഛന്റെ വീട്ടിലേക്ക് പോകാനായിരിക്കും അല്ലെ. അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം നമുക്ക് തോന്നുന്നത്? അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു അളവില്ലാത്ത സ്നേഹമാണ് അല്ലെ. അമ്മയുടെ വീടിന്റെ ചുറ്റുപാട്, പരിസരം, മുത്തശ്ശി അല്ലെ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള്, എന്തോ ഒരു പ്രത്യേകത ആ ഒരു പഴയ കാലഘട്ടത്തിനുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല. അമ്മയുടെ വീട്ടിൽ പോവാന്നുള്ളതിൽ നമുക്കൊരു വെക്കേഷൻ വരാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് പോവാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോരുമ്പോ കിട്ടുന്ന ആ ഒരു വിഷമവും അതിന്റെ ആ ഒരു സ്നേഹത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ എത്രയോ വേദനിച്ചിട്ടാണ് വെക്കേഷൻ തീർന്ന് പോരുന്നത്. അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ആ ഒരു സ്നേഹം. സത്യമാണോ? സത്യമാണ്. എന്റെ മക്കൾക്ക് എന്നെക്കാൾ ഇഷ്ടം എന്റെ ഉമ്മച്ചീനെ എന്റെ വാപ്പച്ചീനെയാണ്. എന്റെ കരയുമ്പോ ഉമ്മച്ചി എന്നെ വിളിച്ച് കരയൂല. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറയും, നിന്നെ വിളിച്ച് കരയണ, അവിടെ ഇല്ലാത്ത ആളെ വിളിച്ചില്ല കൊച്ചു കരയണേന്ന് വെച്ച് എന്നെ ചീത്ത പറയും. അത്ര കാര്യമാണ് എന്റെ മോൾക്ക് എന്റെ ഉമ്മച്ചീനൊക്കെ. ഉമ്മച്ചി പറയും എന്റെ മക്കളെ എനിക്ക് ഇത്ര സ്നേഹിക്കാൻ പറ്റില്ല, പക്ഷെ കൊച്ചുമക്കളെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമെന്ന് പറയും. അപ്പൊ നമ്മൾ സ്നേഹിക്കാനും പൊന്നാരിക്കാനൊക്കെ പഠിക്കുള്ളൂ. മക്കളെ നമുക്ക് തിരക്കല്ലേ, നമ്മള് വീട്ടുജോലികള് പേരന്റിങ്ങിലേക്ക് കടന്നു വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അത്ര അങ്ങോട്ട് സമയവും ഇല്ല, അത്ര അങ്ങോട്ട് ആത്മാർത്ഥതയും കുറവായിരിക്കും. പക്ഷെ മറ്റേ കൊച്ചുമക്കളാകുമ്പോ ഭയങ്കര ആത്മാർത്ഥതയും സ്നേഹം കൂടുതലായിരിക്കും എന്ന് പറയും. അതെ അതെ. അപ്പൊ കുട്ടികള് ആ ഒരു സ്നേഹം കിട്ടി വളർന്ന് വളർന്നോട്ടെ. അതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തലമുറയിൽ ഇനി ഇത്രയും പ്രായമുള്ള ആൾക്കാരെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അല്ലെ. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പ്രായമായിട്ട് നമ്മളൊക്കെ പ്രായമാണവരെ ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ സംഭവിച്ചൊക്കെ പോകും. എന്റെ മോള് എന്റെ ഉപ്പാനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാണാൻ നല്ല രസാ. ഉമ്മ വിളിച്ച് പറഞ്ഞു നോക്കിയ ഉപ്പാനെ പോയി പറയുന്ന നോക്കിയ ആരും കാണാത്ത സമയത്ത് ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയാം, ഉപ്പാപ്പ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് ഉപ്പാപ്പ വാങ്ങി തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പൊ അടുത്ത സമയമാകുമ്പോഴത്തേക്ക് കൂട്ടി പോകുന്ന അവർക്ക് ഉറപ്പാ. നമ്മളില്ലാത്ത സമയത്തേ പറയും, നമ്മളോടൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഉമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കിയാട്ടെ, ഉപ്പാനോട് പറയുന്നത് നോക്കിയിട്ടോള് ഫുള്ള് ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ല, നെക്സ്റ്റ് ടൈം അത് കൂട്ടി പോണം. അത് കാണാൻ നല്ല രസാണ്. ശരിയാണ്. വീട്ടിലെ മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവര് കുട്ടികളുടെ കൂടെ സമയം ചെലവഴിച്ചോട്ടെ, എല്ലാവരും ഇരുന്നോട്ടെ, ഒരു പ്രശ്നമില്ല. അവർക്ക് ഇനി അതൊന്നും കിട്ടാൻ പോണില്ല.
നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടാൻ പോണില്ല. ഒരു സമയം വരെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. ഒരു പീരീഡ് കഴിഞ്ഞാൽ അവരുടെ സമയം കഴിഞ്ഞാൽ അവര് പോകും. പിന്നെ ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതേപോലെ കുറെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനാരും തടയിടണ്ട. കാരണം ചില പാരന്റ്സ് ഉണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ചില മുത്തശ്ശന്മാരൊക്കെ ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ പറയുന്നവരുണ്ട്. ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ലെ. വഴക്ക് ഇടുന്നതിന്റെയൊക്കെ പല പ്രശ്നങ്ങളിലും അവരെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതുണ്ടായിക്കോട്ടെ, ചിലതൊക്കെ ഉമ്മ കണ്ടില്ല എന്ന് വെച്ചാൽ മതി. പക്ഷെ കുട്ടികളായിട്ട് അവർ ഇടപെട്ടോട്ടെ. അവരിനി എത്ര നാളുണ്ടാവും നമ്മളുടെയൊക്കെ കൂടെ. ആ ഒരു സമയം അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ച് കളഞ്ഞാൽ എല്ലാം ഇല്ലാണ്ടായി പോകുള്ളൂ. നമ്മൾ ആർക്ക് വേണ്ടി ബലം പിടിച്ചിരിക്കണം അല്ലെ. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒരു ദിവസം പോയിക്കിടുക, ആരോട് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കാതെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞു ബലം പിടിച്ചിരുന്നിട്ട് എന്തിനാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ മാക്സിമം സ്നേഹത്തോടെ ഇടപെടുക. അവരൊക്കെ കുറച്ച് നാള് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ഈ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഏതവസ്ഥയിൽ എത്തുമെന്നൊന്നും അറിയില്ല. എങ്കിലും നമ്മൾക്കും ഒരു വാർദ്ധക്യം വരാം, ഒരു കിടപ്പ് വരാം. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പല സംഭവങ്ങളും നമ്മളിലേക്കും വരാം. അപ്പൊ എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നെല്ലാം പ്രതീക്ഷിച്ചിരിക്കുക, വരാനുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്തതേ കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ ഗ്രാൻഡ് പാരന്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മളെ മക്കള് നമ്മളെ നോക്കുള്ളൂ. അത് കാണുന്ന വിഷ്വലൈസേഷനാണ് കുട്ടികൾക്ക് കൂടുതൽ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത്, അവർക്ക് എങ്ങനെയാണോ നമ്മൾ കെയർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ മക്കള് നമുക്കും കിട്ടുള്ളൂ. അല്ലെ മക്കളെ അടുത്തുനിന്ന് നമുക്കും കിട്ടുള്ളൂ. ഇപ്പൊ ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ കുറച്ചും കൂടി മെമ്പേഴ്സ് ഉണ്ടാവുന്നത് നല്ലതാണ്. കുട്ടികൾ ആ ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ കിടന്നുള്ള ഒരു ജീവിതം, അത് പലരുടെയും ബിഹേവിയർ ആണ് കുട്ടികളോട് ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ മാക്സിമം 7 മെമ്പേഴ്സ് 6 മെമ്പേഴ്സ് ഒക്കെ മാക്സിമം ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികൾ പലരുടെ നേച്ചറാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനും അമ്മനെ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവർ എങ്ങനെയാണ് അവനോട് ബിഹേവിയർ ചെയ്യുന്നത്, അല്ലെ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, അല്ലെ എന്താണ് ഒരു ലൈഫ്, എന്താണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തെ മിനിറ്റിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും രണ്ടിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ജോയിന്റ് ഫാമിലിക്കും ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, ന്യൂക്ലിയറിനും ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനും 2 വശങ്ങളും എപ്പോഴും പറയില്ല. അതുപോലെ തന്നെ എന്തായാലും ജോയിന്റ് ഫാമിലി നല്ലത് തന്നെ, ന്യൂക്ലിയർ ആയാലും നല്ലത് തന്നെ. ഇപ്പൊ ന്യൂക്ലിയറിലുള്ളവർ ജോയിന്റ് ഫാമിലിയിൽ അതേ ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലിയിലുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ അച്ഛനമ്മയെ ശ്രമിക്കേണ്ടി വരും. അതാണ് വേണ്ടത്. അതായത് 6 പേർക്ക് തുല്യമാവണം നിങ്ങൾ 2 പേരും എന്നുള്ളതാണ് രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന കുറച്ചുകൂടി, അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് കുറെ കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി മാറി. ഈ ചില കുട്ടികൾ ഇൻട്രോവേർട്ട് ഒക്കെ ആയി പോണ കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങള്? അത് മിക്കതും ന്യൂക്ലിയർ ഫാമിലീസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ശരി, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത കുഞ്ഞുങ്ങള് സംസാരിക്കില്ല. അവർക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളെ പറ്റി അറിയില്ല, റിലേഷൻഷിപ്സ് എന്താണെന്ന് അറിയില്ല, അച്ഛനും അമ്മയുടെ ആരൊക്കെയാണെന്ന് അറിയാം. ഇവരൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ ഇവരെ ഈ ബന്ധുക്കൾ എന്തിനാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ സൊസൈറ്റി എന്താണ്, അതൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ന്യൂക്ലിയർ ഫാമിലിയില് ഇൻട്രോവേർട്ട് അല്ലാത്ത കുട്ടികളും ഉണ്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അങ്ങനെയും സംഭവിക്കുന്നു. അപ്പൊ ഫാമിലി സ്ട്രക്ചറുകൾ കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? സെക്സ് ആൻഡ് കൾച്ചർ. ഇതെങ്ങനെയായിരിക്കും കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത്? അവിടെ പറയുമ്പോഴാണ് ഇവിടെ ഒരു തിയറി വരുന്നുണ്ട്. തിയറിനെ പറ്റി അറിഞ്ഞിരുന്നു. നമ്മൾ സെക്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ തിയറീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തിയറീസില് നമ്മള് ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയും സബ് കോൺഷ്യസ് റിയാക്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ശ്രദ്ധിക്കാം കേട്ടോ. അതായത് നമ്മുടെ കുട്ടികൾക്ക് സബ് കോൺഷ്യസ് സെക്സ് റിലേഷൻസ് ഉണ്ട്, സബ് കോൺഷ്യസ് സെക്സ് അട്രാക്ഷൻസ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? കേട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പലർക്കും. അതായത് ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 to 6 years ആവുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, പലർക്കും പലതായിട്ട് പുതിയതായിട്ടുള്ള അറിവായിരിക്കും. പക്ഷെ ദിസ് ഇസ് ട്രൂ, തിയറി ബേസ്ഡ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ സൈക്കോളജിക്കൽ തിയറി ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു സബ് കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ, അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയും. ഒന്ന് എഴുതി വെച്ചേ, ഇലക്ട്രാ കോംപ്ലക്സ്. ഇലക്ട്രാ, ELECTRA, ഇലക്ട്രാ കോംപ്ലക്സ്, COMPLEX.
മാം ഒന്നും കൂടെ ഒന്ന് പറയോ? ഇലക്ട്രാ കോംപ്ലക്സ്. ELECTRA, ഇലക്ട്ര ഒരു ഹൈഫൺ ഇട്ടിട്ട് കോംപ്ലക്സ് COMPLEX, ഇലക്ട്രാ കോംപ്ലക്സ്. എന്നിട്ട് അതിന്റെ നേരെ നിങ്ങൾ എഴുതിയേ ഗേൾ എന്നിടാട്ടോ, GARL ഗേൾ എന്നിടാം, നേരെ ഹൈഫൺ ഇടാം, ഫാദർ എന്നിടാം. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്നിട്ട് എഴുതി വെക്കുന്നതിന് മുകളില് സബ് കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ. ആരോടാണ്? പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ആണ്, സെക്ഷൽ അട്രാക്ഷൻ ആണ്. അതൊരു ഏത് പീരീഡിലാണ്? നമ്മൾക്ക് 3-4 സ്റ്റേജസ് ഒക്കെ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ സൈക്കോളജിക്കൽ തിയറിയിൽ വരുന്നതാണ്, സൈക്കോസെക്ഷൽ തിയറിയിൽ വരുന്നതാണ് കേട്ടോ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. അപ്പൊ അതില് ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള ഒരു പീരീഡിലാണ് കുട്ടികൾക്ക് അച്ഛനോട് ഇത്തരം അട്രാക്ഷൻസ് ഉള്ളത്. നിങ്ങൾ ടീച്ചർ ഒരു ഉദാഹരണം പറയണേ, ആരും ഇതിനെ വേറെ രീതിയിലൊന്നും എടുക്കരുത്, ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില പെൺകുട്ടികളെ ശ്രദ്ധിച്ചാല് അച്ഛനോട് പ്രത്യേക അട്രാക്ഷൻസ് കാണിക്കുക, അച്ഛന്റെ മേത്ത് കയറി കിടക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, കെട്ടിപ്പിടിക്കുക, കുറെ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഉമ്മ കൊടുക്കുക. അച്ഛനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളിൽ നിന്ന് ഒരു സമയത്ത് മാറാറുണ്ട് അവര്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ശ്രദ്ധിക്കുക. സത്യമാണ്, അതൊന്നും നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതൊരിക്കലും മോശമായ ഒരു രീതിയുള്ള കാര്യമല്ല. ഇത് ഈ ഒരു പീരീഡിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക നിലയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മറ്റൊരു ജെൻഡറിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ. അത് കുട്ടിയുടെ അച്ഛനോടാണ് കാണിക്കുക. കുട്ടീനെ ഏറ്റവും അടുത്ത് വരുന്ന ആരാണ്? അച്ഛനാണ് അല്ലെ. അപ്പൊ അച്ഛനോട് തോന്നുന്ന ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ODPS കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോറി, ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ വേറൊരാൾക്ക് സംഭവിക്കുന്നുണ്ട്. ആർക്കാണ്? ആൺകുട്ടികൾക്ക് അമ്മയോട് സംഭവിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ODPS കോംപ്ലക്സ്. ODPS എഴുതി OED IPUS ODPS കോംപ്ലക്സ്. ODPS കോംപ്ലക്സ്. ഇത് മകന് അമ്മയോട് തോന്നുന്ന സബ് കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ ആണ്. മകന് അമ്മയോട് തോന്നുന്ന സബ് കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ ആണ്. നമ്മളെ ശ്രദ്ധിക്കാതെ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ശ്രദ്ധിക്കാതെ പോകുന്നത്. അത്തരത്തിലൊരു അട്രാക്ഷൻ കുട്ടികൾ നമ്മളോട് കാണിക്കാതെ നമ്മളെ ശരീരത്തിൽ പിടിക്കുന്നതും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതിലൊക്കെ ആ ഒരു തരത്തില് അത് ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന ജസ്റ്റ് ഒരു മെന്റൽ പ്രോസസ് ആണ്. നിങ്ങളതിനെ വേറെ രീതിയിലൊന്നും ആരും വ്യാഖ്യാനിക്കരുത് കേട്ടോ. പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പോ ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? ഫാലിക് സ്റ്റേജിലാണ്. ഫാലിക്, PHALIC, ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ്, PHALIC, ഫാലിക് സ്റ്റേജ്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 3 to 6 years ആണ് കേട്ടോ. 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള ഒരു സമയത്താണ്. ഒന്നുകൂടി പറഞ്ഞ ശ്രദ്ധിച്ചേ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ തിയറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹമാണ് സൈക്കോസെക്ഷൽ തിയറിയിലെ പിന്നെ കുട്ടികളിലെ ഇത്തരത്തിലുള്ള ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള അട്രാക്ഷൻസ്. സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കുട്ടികള് സ്വമേധയാ ചെയ്യുന്നതല്ല, അവരുടെ ഒരു മാനസികമായ ഒരു നിലയിൽ ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന സ്വാഭാവിക പ്രവണതയാണിത്. ഇത് 2 കൂട്ടർക്കുണ്ട്. മകൾക്ക് അച്ഛനോടും അതേപോലെ തന്നെ മകന് അമ്മയോടും തോന്നുന്നുണ്ട്. മകൾക്ക് അച്ഛനോട് തോന്നുന്നതിന് എന്ത് കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയുന്നത്? ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്ന ആരെയാണ്? മകൾക്ക് അച്ഛനോട് തോന്നുന്ന സബ് കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ. മറ്റേതെന്താണ്? ODPS കോംപ്ലക്സ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്നു. ഓക്കെ, യെസ്. മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞത്? അപ്പോ നോക്കൂ, സെക്സ് ആൻഡ് കൾച്ചർ എന്നത് കുട്ടികളുടെ ശാരീരിക വികാസത്തെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്,
നമ്മളിപ്പോ റീസെന്റ്ലി ഒരുപാട് പീഡനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ചില കുട്ടികളുടെ, ചില 6 വയസ്സ് 4 വയസ്സ് കടന്ന കുട്ടികളുടെ പീഡനങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള നിങ്ങള്. അതില് ചില ഈ ടെൻഡൻസി ഉള്ള കുട്ടികള് അല്ലെങ്കിൽ ചിലർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, മുതിർന്നവർക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ മുതലെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ചിലർക്ക് ഈ ഒരു സെക്ഷൽ മൈൻഡ് പോവാത്ത കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ അബ്യൂസിൽ മിക്കതും പെട്ടുപോകുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടില്ല, 1, 2, 3 പ്രാവശ്യം കുട്ടിയെ പീഡിപ്പിച്ചെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ 1, 2, 3 പ്രാവശ്യം കുട്ടിക്ക് അത് സംഭവിച്ചത്? ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ കുട്ടിക്ക് അത് മനസ്സിലായില്ല. പിന്നീട് കുട്ടികൾ എന്താണെന്ന് അതൊരു ആസ്വാദനമായി അല്ലെ? അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയത് അല്ലെ? കുട്ടി അതിനെ നമ്മൾ ഒരിക്കലും കുട്ടികൾ ഇതായിട്ട് പറയില്ല. കുട്ടികൾക്ക് ഈ ഒരു മാനസിക നിലയുണ്ട്. ഈ ഒരു സ്റ്റേജില് ഇങ്ങനെയല്ല, നമ്മളെല്ലാവരും കടന്നു പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ അന്ന് അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. പിന്നീടാണ് ഇത്തരത്തില് സൈക്കോളജിക്കൽ തിയറിയിൽ ഒരിക്കലും ഒരു പിഴവ് വരില്ല. മനുഷ്യന്റെ ബിഹേവിയറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ഈ അപകടങ്ങളിൽ നടന്ന പല കുട്ടികളും ഇത്തരം അബ്യൂസ് ചെയ്യപ്പെട്ട പല കുട്ടികളുടെ ഏജ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഈ ഒരു ഏജ് കാറ്റഗറിയാണ്. പല കുട്ടികളും അത് ചിലപ്പോ അത് ഒരു വേദനയോടെ അല്ലാതെ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ച അപകടങ്ങളും പലതും ഉണ്ടാകും. പക്ഷെ മരണത്തിലേക്ക് എത്തിപ്പെടുന്ന സമയത്തായാലും കുഞ്ഞിന് അപകടമാണെന്ന് തിരിച്ചറിയാം. ഓക്കെ, അപ്പൊ ആ ഒരു മാനസിക നിലയിൽ കഴിയുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഏതൊരു സമയത്താണ് നമ്മുടെ 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള ഒരു സ്റ്റേജിലാണ് ഇത് കടന്നു പോകുന്നത്. പിന്നീട് ഇതിന് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത് ഏത് സ്റ്റേജാണെന്ന് അറിയാവോ? നമുക്ക് കൗമാരക്കാലം തുടങ്ങുന്ന സമയത്ത് അല്ലെ? 14 വയസ്സ് നമ്മൾ പറയാറില്ല ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ചിലവരിൽ ഈ ഒരു ടെൻഡൻസി ഒരു സമയത്ത് നിൽക്കും, പക്ഷെ ചിലവരിൽ എന്താണ് ഈ ടെൻഡൻസി മാറില്ല. ഇത്തരത്തിലുള്ള അബ്യൂസസ് നടക്കാൻ ചാൻസസ് കൂടും. അങ്ങനെയാണ് പല ആക്രമണങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത്. ഓക്കെ, എന്താണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? ടീച്ചർ പറയുന്നത് കേട്ടിരിക്കുക. കേട്ടിരിക്കുക. ഇങ്ങനെ ഇത് അറിയാമായിരുന്നു നിങ്ങൾക്ക് സെക്ഷൽ തിയറിനെ കുറിച്ചിട്ട്? ഇങ്ങനെ അവരൊരു അട്രാക്ഷൻ കാണിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് 3 വയസ്സ് കഴിയുമ്പോ എന്റെ മോൾക്ക് പാപ്പനോട് ഭയങ്കര കുഞ്ഞു കുട്ടികളെ ആൺകുട്ടികൾ എടുക്കുകയാണെങ്കിലേ പ്രശ്ന ആൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ജനനേന്ദ്രിയങ്ങൾ അവരെ ചെറിയ ട്രൗസർ കിട്ടുക അവർ തുറന്നു നോക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ? ആൺകുട്ടികളെ അമ്മമാരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവർ തുറന്നു നോക്കും. നമ്മളില്ലെങ്കിൽ അവർ തുറന്നു നോക്കാറുണ്ട്. അത് ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ വേറൊരു വൃത്തികേടൊന്നും വിചാരിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് അത്. കുട്ടികൾ അവരുടെ ജനനേന്ദ്രിയം പരിചയപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അവര് കുട്ടികളെ നോക്കി ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അറിയുന്ന ഒരു പിരീഡാണ് അത്. അങ്ങനെ തന്നെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞത് മാറും. ഓക്കെ, പറഞ്ഞോളൂ റസ്മിന. അതെ, മോള് അങ്ങനെ ഒരു 3 ഇയേഴ്സ് കഴിയുമ്പോ ബാപ്പനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അതാ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങള് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ ബീങ്സിൽ വേണ്ടുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജ് ആണെന്നൊന്നും അറിയില്ല. അതെ, ഇങ്ങനെ ഒരു സ്റ്റേജ് ആണെന്നും അറിയില്ലായിരുന്നു. അതിപ്പം മാം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സ്റ്റേജ് ആണ് ശരിക്കും. നമ്മൾക്ക് 0 to 2 years വരെ നമ്മൾക്ക് വേറൊരു സ്റ്റേജ് ആണ്. 2 to 3 years വരെ വേറെ സ്റ്റേജ്. അതാണ് ഫനാനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്റ്റേജസ് തിയറി പഠിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. ഇപ്പൊ സെക്സ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞപ്പോ ആ ഭാഗം ഞാൻ പഠിപ്പിച്ചു തന്നുള്ളൂ കേട്ടോ. വലിയൊരു തിയറിയാണ് സൈക്കോസെക്ഷൽ തിയറി എന്ന് പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. ശരിക്കും പഠിക്കാനുണ്ടെങ്കിൽ നമ്മള് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ സൈക്കോളജി പഠിച്ചാൽ പറഞ്ഞു തന്നുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അറിഞ്ഞിരിക്കാം. നിങ്ങള് അമ്മമാരല്ലേ, ടീച്ചേഴ്സ് ആണ്. അമ്മമാരെയൊക്കെ അപ്പുറത്ത് നിങ്ങൾ ടീച്ചർമാരാവുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. കുട്ടികൾ ഇത്തരം ബിഹേവിയർ കാണിക്കുമ്പോൾ മനസ്സിലാക്കുക ആ ഒരു സ്റ്റേജിൽ കടന്നു പോകുന്നതാണ് ആദ്യം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ശാസിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എത്ര ശാസിച്ചാലും അവർ ആ സ്റ്റേജ് കഴിയുന്നവർ അതൊരു കാണിക്കും. ഈ പറഞ്ഞ കാര്യം, എനിക്കൊരു മോനാണ്. മോന് 4 വയസ്സായിട്ടുള്ളൂ. ആൾക്ക് ഈ പറയണം സാധിപ്പോ മാഡം പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് അമ്മമാരോടേക്കും കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറയുന്നേ. പക്ഷെ അവരെന്ന് വെച്ചുകഴിഞ്ഞാല് അമ്മയെ വേണ്ട, അച്ഛനോട് മാത്രം. അപ്പൊ ആരെയപ്പം നമ്മൾ ചോദിക്കില്ല അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം ചോദിച്ചാൽ പോലും എനിക്ക് അമ്മേനല്ല, എനിക്ക് അച്ഛനെ മതി, അച്ഛനെ ഇഷ്ടമുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അത് വേറൊരു രീതിയാണോ? അത് നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. എത്ര വയസ്സുണ്ട് മോന്? 4 വയസ്സ്, 4.5 വയസ്സ്. ഇപ്പൊ LKG പഠിച്ചോണ്ടിരിക്കുന്നത്. LKG. പക്ഷെ തന്നോടൊരു അട്രാക്ഷൻ ഉണ്ടാവോടോ, താൻ അറിയാഞ്ഞിട്ടാണ്.
അത് അല്ല എനിക്കിനി തോന്നിയോണ്ടോന്നല്ല, പക്ഷെ എപ്പോഴും അവൻ അച്ഛൻ അച്ഛൻ എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ഇത് നോക്കിയിരിക്കരുത് തമ്മിലേ അത് എല്ലാ കുട്ടികൾക്കും പിള്ളേരെ അങ്ങനെയാണ്. വാച്ച് ചെയ്യാൻ പോയത് അങ്ങനെ വിചാരിക്കണം, അതൊക്കെ മൈൻഡിൽ നിന്ന് വിട്ടുകള്. അതല്ല, ഇത് ഓക്കെ എല്ലാ മാഡം. കുട്ടികൾക്കും കുഞ്ഞിതായിരിക്കുമ്പോ അച്ഛനെ ആയിരിക്കും ഇഷ്ടം. എല്ലാ കുട്ടികൾക്കും അച്ഛനെ ആയിരിക്കും ഇഷ്ടം. പിന്നെ അതെ ഇത് അതെ കോൺഷ്യസ് മൈൻഡ്, മറ്റേ സബ് കോൺഷ്യസ് മൈൻഡ്. മാത്രമേ ഉള്ളൂ കേട്ടോ വിഷാമു. നമ്മള് സബ് കോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ എന്നൊരു വേർഡ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വേറൊരു അർത്ഥത്തിൽ ആരും എടുക്കണ്ട. അല്ല ഞാൻ മാഡം ഇത് പറഞ്ഞപ്പോ മാം ഇത് പറഞ്ഞപ്പോ ഇനിയിപ്പോ എന്തുകൊണ്ട് അപ്പൊ എന്റെ അടുത്തേക്ക് ആലോചിച്ചു, അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ചു മാത്രം. അതങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അച്ഛനോടൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും അല്ലെ, ചില സമയം വരെ അങ്ങനെയാണ്. അത് ഇപ്പൊ അവന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും ചിലപ്പോ. അത് അവനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലേ, അത് അവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അവന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും ചിലപ്പോ, അല്ലാതെ തന്നോട് ഇഷ്ടമില്ലാന്നിട്ടായിരിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ മാഡം. അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം, പക്ഷെ പല അമ്മമാർക്കും അച്ഛനെയാണ് നമുക്ക് ഇഷ്ടം എന്ന് പറയാനാണോ ഇഷ്ടം അല്ലേ? എല്ലാ കുട്ടികൾക്കും അച്ഛനെ ആയിരിക്കും ഇഷ്ടം. അതെ അതെ. അതെ എല്ലാവർക്കും തന്നെ അച്ഛന്മാരോടാണ് കൂടുതൽ ഇഷ്ടം. അമ്മമാരുടെ അടുത്തല്ലേ എപ്പോഴും ഉണ്ടാവുകയാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങളെ പെൺകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കും നിങ്ങളുടെ വാപ്പച്ചിനോടായിരുന്നു ഏറ്റവും ഇഷ്ടം മിസ്സിനൊക്കെ കൂടുതൽ ഒരു സമയത്തൊക്കെ അല്ലെ? എപ്പോഴും ഇഷ്ടം. ഞാൻ ചെറുത് മുതൽ എന്നോട് ഉമ്മ പറയോ, ഇന്റെ മുഖം നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ വരും, ഉപ്പ വരുന്നുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ നിന്റെ മുഖം നോക്കിയാൽ മതി എന്ന് പറയും ഉമ്മ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇപ്പൊ ടീച്ചർ തീയർ പറഞ്ഞപ്പോ നിങ്ങളിപ്പോ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധിക്കരുത്. പറഞ്ഞത് കൊണ്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കും ഉറപ്പാണ്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ? ഇതെല്ലാം ഏറ്റവും നല്ല പോയിന്റ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കുട്ടി അവനിപ്പോ ഈ സ്റ്റേജിൽ എവിടെയാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ നല്ലൊരു അമ്മയും നല്ലൊരു ടീച്ചറായി മാറുന്നത്. ഇനി പല സ്റ്റേജൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നുണ്ട് അപ്പൊ പല ചാപ്റ്ററിലോട്ട് വരുമ്പോ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ കേട്ടോ. ഇങ്ങനെ പറഞ്ഞാലും പതുക്കെ പോകുന്ന ചാപ്റ്ററാണ്. എന്റെ 2 ബോയ്സിന് എന്റെ മക്കളാണോ? എന്താണ് ഷർന പറഞ്ഞ് മനസ്സിലായല്ലോ കമന്റ്? അത് എന്റെ 2 ബോയ്സ് എന്റെ ആളുകളാണ്. 2 ആൾ എന്നോടാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ. മോള് വാപ്പിച്ചിന്റെ ആളാ. മോള് വാപ്പിച്ചിട്ടാണോ? എത്ര വയസ്സായി മോൾക്ക്? മോൾക്ക് ഇപ്പൊ 7 വയസ്സ്. 7 വയസ്സ്. പിള്ളേർക്ക് അച്ഛനും അമ്മനും ഒരേപോലെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളാണ് ഈ ഇഷ്ടത്തിന് ഏറ്റക്കുറിച്ചിൽ കൂട്ടി കൊടുക്കുന്ന ആൾക്കാർ അല്ലെ. രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമായിരിക്കുള്ളൂ. പക്ഷെ നമ്മളെ എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചീത്ത പറയുന്നുണ്ടായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക. അത്ര വിചാരിച്ചാല് എന്റെ മോനിക്ക് ഓന്റെ ഹീറോ ബാപ്പയാണ്. കാര്യങ്ങളെല്ലാം പറയുന്നതും ഷെയർ ചെയ്യുന്നതും അടി കിട്ടുന്നതും ഒക്കെ എനിക്കാ. അവന്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് എന്നോട്. പക്ഷെ അവന്റെ ഹീറോ എന്ന് പറയുന്നത് അവന്റെ ബാപ്പനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ബാപ്പയും മക്കളും ഒന്നിച്ചേക്ക് സുഖമായിട്ട് ഇരിക്കട്ടോ. അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടാവും. ഉണ്ട് മാം. ആരാണ്? സഫീദ. സഫീദ് ഇങ്ങനെ സൈൻ ഔട്ട് പറയാതെ വിഷമിച്ചിരിക്കുകയാണ്. ടീച്ചർ ഇങ്ങനെ ഒരു പണിക്ക് നിർത്തോ അല്ലേ? അല്ല. Today we are celebrating Moon Day with pride. On this day in 1969, humans first landed on the moon. Neil Armstrong became the first person to walk on the moon. The moon is bright and round shape, shine in the night sky. Children love to watch the moon. Sometimes you can see the moon during the day. The moon has many faces, like full moon and new moon. It looks beautiful. Thank you, ma'am. ഓക്കെ, അപ്പൊ ഇന്നലെ 20th ജൂലൈ ആയിട്ടില്ലടാ മൂണിന്റെ? ഇന്നലെ ആയിരുന്നു. ഇന്നല്ലേ മാം? 21st ആണോ? ഓക്കെ, അപ്പൊ നല്ല ഇഷ്ടമാണോ? മൂന്ന് ഇഷ്ടമാണോ? മൺഡേ ആയതുകൊണ്ടേ സൺഡേ അല്ലേ. ഓക്കെ, നിങ്ങള് മൂന്നാവാനാണോ സണ്ണാവാനാണോ ആഗ്രഹം? ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.